ഹായ് ഹലോ ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. പോയപ്പോൾ നേവിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രിവാൻഡ്രത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തൂടെ ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ശരിക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുമാത്രം നേവിയുടെ വക ഇങ്ങനെ ഒരു പരേഡും കൂടി ഉണ്ടായിരുന്നേ. ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഞാനത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണ്ടേന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു അഭിമാനം തോന്നി. അതുമാത്രമല്ല ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നേ. ഞങ്ങൾ കാറിലായതുകൊണ്ട് തന്നെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ പോകുന്നത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നാവിക വ്യോമ അഭ്യാസങ്ങൾ ഡിസംബർ 3 വൈകിട്ട് 4:30 തിരുവനന്തപുരം ബീച്ചിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. പാസ് ഉള്ളവർക്കാണെങ്കിൽ നേവി ഭവനിയിൽ ഇരുന്ന് കാണാൻ കഴിയുന്നതാണ്. മറ്റുള്ളവർക്ക് ബീച്ച് സൈഡിൽ നിന്നും പ്രകടനങ്ങൾ കാണാൻ പറ്റും. പാസ് ഇല്ലാത്തവരാണെങ്കിൽ പോലീസ് അനുവദിച്ചിട്ടുള്ള പ്രത്യേക ഗ്രൗണ്ടുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷട്ടിൽ ബസ് സർവീസ് വഴി ബീച്ചിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ജനതിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഡെമോ മാത്രമായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസംബർ 3 ചെന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിഹേഴ്സലെങ്കിലും കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടേ. അപ്പോൾ നേരത്തെ കണ്ട ഷിപ്പ് ഇവിടെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ കടലിലിങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞത് നമ്മുടെ നേവിയുടെ ഭാഗത്തു നിന്നും അടിപൊളി കാഴ്ച അവിടെ നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുക്കിയെന്ന് വേണമെങ്കിൽ പറയാമേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ ഒരുക്കിയ നേവിക്ക് ഒരു ബിഗ് സല്യൂട്ട്. റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ഡിസംബർ 3 പൊളിയായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വിട്ടോളേ. അപ്പോൾ ഞങ്ങൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് ഭീമാപ്പള്ളി ഉറൂസിന് പോയ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന് കേട്ടോ. ഈ ഒരു തണുത്ത കാറ്റും ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. എത്ര പറഞ്ഞാലും മതി വരില്ലേ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഭീമാപ്പള്ളി ഉറൂസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.